ഹായ് ഹലോ, ഇന്ന് നമ്മൾ ജഗന്നാഥ ക്ഷേത്രോത്സവത്തിലെ കൊടിയിറക്കാട്ടോ 10:55 തന്നെയാണ് കൊടിയിറങ്ങുന്നത്. കൊടിയിറക്കവും കാണുന്നുള്ളത് നമ്മുടെ ആ ഒരു പ്രദേശവാസികളുടെ ഒരു വിശ്വാസമാട്ടോ. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പ്രതീക്ഷിച്ച അത്ര തിരക്കില്ല. സാധാരണ കൊടിയിറക്കുന്ന സമയത്തൊക്കെ ഭയങ്കര തിക്കും തിരക്കായിട്ടായിരിക്കും നമ്മൾ ഇവിടുന്നേ തന്നെ പോകാറുള്ളത്. പക്ഷെ കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കൊടിയിറക്കാൻ ഇനിയും കുറേ സമയമുള്ളത് കൊണ്ട് പതുക്കെ ഓരോന്ന് കണ്ടിട്ട് പോകാമെന്ന് ഞാനും അമ്മയും അങ്ങനെ വിചാരിച്ചേ. അങ്ങനെ ഞങ്ങൾ എത്തിയ സമയത്ത് അവിടെ ബിംബം മുക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതായത് അമ്പലക്കുളത്തിൽ ബിംബമൊക്കെ മുക്കി എന്തൊക്കെയോ ചടങ്ങ് അവിടെ നിന്ന് നടക്കും. അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കുള്ള കാര്യമായതുകൊണ്ട് ഇപ്പുറത്ത് തന്നെ അങ്ങനെ നിന്ന് കേട്ടോ. അപ്പോൾ ഈ ആനകളൊക്കെ ആ ഒരു ചടങ്ങ് കഴിയുന്നവരെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അതിനുശേഷം ഇവർ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാട്ടോ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പെൺകുട്ടികൾ ഒരു നേർച്ചെന്ന പോലെ കല്യാണ കുട്ടികളായിട്ട് താലപ്പൊലിയൊക്കെ എടുക്കുന്നതുണ്ട് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്നേഹനെ കണ്ടു. സ്നേഹൻ്റെ കൂടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ബാക്കി ഞാനും അമ്മയും വീണ്ടും അങ്ങനെ നടത്താൻ ആരംഭിച്ചു കേട്ടോ. അവിടെയുള്ള സൈറ്റിലുള്ള ഓരോ ഷോപ്പൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങുവാണ്. പിന്നെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം അത് നിന്ന് കണ്ടു കേട്ടോ. പിന്നെ ഈ ബിംബം മുക്കുന്ന ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് ഇത് അമ്പലത്തിലേക്ക് ആ ഒരു കയറുന്ന സമയത്ത് ഈ ഗാനമേള അവിടെ സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളത് പിന്നെ കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അപ്പോൾ ബിംബം മുക്കുന്ന ചടങ്ങൊക്കെ ഏകദേശം തീരാനായി. പക്ഷെങ്കിൽ കുറച്ച് ടൈമും കൂടി ഉണ്ട്. എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ അത് വാങ്ങിച്ച് അങ്ങോട്ട് കഴിച്ചേ. അപ്പോൾ ഏകദേശം അതേ തലപ്പൊലിൻ്റെ കുട്ടികളൊക്കെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കല്യാണ കുട്ടികളെ പോലെ നല്ല അണിഞ്ഞൊരുങ്ങിയിട്ട് നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. പക്ഷെങ്കിൽ എനിക്കതൊന്നും അധികം വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നു, അത്രക്കും തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ചടങ്ങ് കുറച്ച് നേരം നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ ഇതൊക്കെ ഇരുന്ന് കാണാനായിട്ട്. ഇത് കാണാനൊക്കെ വേണ്ടിയിട്ട് അത്രയും ആൾക്കാർ അവിടെ ഇങ്ങനെ തടിച്ച് കൂടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അതങ്ങ് കടന്നു പോയതിന് ശേഷം ഞാനും അമ്മയും കൂടി വീണ്ടും നടത്താൻ ആരംഭിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കോളിഫ്ലവർ ബജി അങ്ങോട്ട് വാങ്ങി കഴിച്ചു. പിന്നെ ഇത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഇത് വാങ്ങണം എന്നുള്ളതേ. പിന്നെ ഒറ്റ സ്ഥലത്ത് ജീപ്പേ വർക്കാവുന്നുണ്ടായിരുന്നില്ല, അത്രയും ജാമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കയ്യിലുള്ള കാശ് തീരുന്നവരെ ഓരോന്നും വാങ്ങിച്ച് അങ്ങ് കൂട്ടിയേ. പിന്നെ കൊടി ഇറങ്ങാൻ ഏകദേശം സമയമായപ്പോൾ നമ്മൾ ഇവിടെ കയറി അങ്ങ് നിന്നു കേട്ടോ. കാരണം തിക്കും തിരക്ക് നിങ്ങൾ കാണുന്നില്ലേ. അപ്പം കറക്റ്റ് 10:55 തന്നെ കൊടി അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ സങ്കടമുള്ള കാര്യമാണ്, കാരണം ഇനി ഒരു ഉത്സവത്തിന് വേണ്ടി നമ്മൾ ഒരു കൊല്ലം കാത്തിരിക്കണ്ടേ. അപ്പോൾ ഒരു കൊല്ലത്തേക്കുള്ള കാത്തിരിപ്പായേ. അങ്ങനെ ഞങ്ങൾ കൊടി ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. കാരണം വെടിക്കൊട്ടൊന്നും കാണാൻ നിൽക്കുന്നില്ല, കാരണം ഭയങ്കര തിരക്കാണ്. അപ്പോൾ പോകുന്ന പോക്കിൽ വീണ്ടും ഒരു മുളക് ബജിയും കൂടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇതേ നടന്ന് പോവാട്ടോ. പിന്നെ പോകുന്ന പോക്കിന് ഒരു ഐസ്ക്രീമും കൂടി അങ്ങോട്ട് വാങ്ങിച്ചേ. അപ്പോൾ അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു തിക്കും തിരക്കിൻ്റെ ഇടയിലാണ് കഴിക്കുന്നത്. ഒരു കുഞ്ഞു മോള് ഇതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴും പതുക്കെ ഇടങ്ങണിട്ട് നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ. അങ്ങനെ ഇതേ കാഴ്ചകളൊക്കെ കണ്ട് ഇത് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സംഭവം ആട്ടോ. ഇതിങ്ങനെ ആക്കി ശിവനൊക്കെ ഇങ്ങനെ ആക്കി വെച്ച കണ്ടപ്പം വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ കൊല്ലത്തെ നമ്മുടെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം ഇവിടെ തീരുവാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഓരോരോ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഒരു കൊല്ലത്തേക്കുള്ള കാത്തിരിപ്പായി. ടാറ്റാ, ബൈ ബൈ.